നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗാധി എന്ന ഒരാളെ പറ്റി പറഞ്ഞു. ഗാധിയുടെ പുത്രിയാണ് സത്യവതി. സത്യവതിയെ ഋചീകൻ എന്ന മഹർഷി വിവാഹം ചെയ്തു. ഋചീകന്റെയും സത്യവതിയുടെയും പുത്രനായി ജമദഗ്നി ജനിച്ചു. ജമദഗ്നിയുടെ പുത്രനായി ഭഗവാൻ തന്നെ അവതരിച്ചു. ഭൃഗുവിന്റെ ഗോത്രത്തിലാണ് അവതാരം. അതുകൊണ്ട് ഭാർഗവൻ എന്ന് പേര്. രാമൻ എന്ന അമ്മ കൊടുത്തിട്ടുള്ള പേര്. അങ്ങനെ ഇപ്പോ ഭാർഗവരാമൻ എന്നായി അദ്ദേഹത്തിന് പേര്. ഈ ഭാർഗവരാമൻ കൈലാസത്തിൽ ചെന്നു. ശിവന്റെ അടുത്തുനിന്നാണ് ശസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചത്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പോരണ സമയത്ത് ശിവൻ ഒരു പരശു കയ്യിൽ കൊടുത്തു. അന്ന് മുതൽക്ക് പരശുരാമൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. തപസ്വാധ്യായ നിരതനായിട്ട് ആശ്രമത്തിൽ അച്ഛന്റെ കൂടെ അങ്ങനെ കഴിഞ്ഞുകൂടി പരശുരാമൻ. ഒരു ദിവസം രാമനില്ലാത്ത സമയത്ത് ഹേഹയ രാജാവ് കാർത്തവീര്യാർജുനൻ ഏതാനും ഭടന്മാരോടുകൂടി ഈ ആശ്രമത്തിലേക്ക് വന്നു. ജമദഗ്നി എല്ലാവരും ഭംഗിയായിട്ട് സൽക്കരിച്ചു. കാർത്തവീര്യാർജുനൻ അപ്പ ചോദിച്ചു, ഇതെങ്ങനെയാ സാധിച്ചത്? അപ്രതീക്ഷിതമായിട്ട് ഇത്രയും പേര് വന്നപ്പോൾ സൽക്കരിക്കാൻ സാധിച്ചത്? അപ്പൊ ജമദഗ്നി പറഞ്ഞു, ഇവിടെ ഒരു പശുവുണ്ട്. ഇതുള്ളിടത്തോളം കാലം 1000 പേരോ 10,000 പേരോ 1,00,000 പേരോ എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ, സൽക്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാർത്തവീര്യാർജുനൻ അപ്പൊ മന്ത്രിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഈ പശുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നോളൂ. മഹർഷിക്ക് എന്താണ് വില വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കണം. മന്ത്രി അപ്പോൾ ഉപദേശിച്ചു, മഹർഷിമാർക്കൊന്നും അങ്ങനെ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശേഷപ്പെട്ട സാധനങ്ങൾക്കൊക്കെ രാജാവാണ് അവകാശി എന്ന് ദുർമന്ത്രിയാണ് ഈ ഉപദേശിച്ചത്. അങ്ങനെ എന്തിനാ മന്ത്രി പശുവിനെയും കൊണ്ടങ്ങോട്ട് പോയി കൊട്ടാരത്തിലേക്ക്. രാമൻ ആശ്രമത്തിൽ വന്നപ്പോൾ അച്ഛനിങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നു. പശുവിനെ കാണാനുമില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെ ജമദഗ്നി പറഞ്ഞിട്ടാണ് സംഭവങ്ങളൊക്കെ രാമൻ മനസ്സിലാക്കിയത്. അപ്പം തന്നെ പരശു കയ്യിലെടുത്തു അങ്ങോട്ട് പുറപ്പെട്ടു. കാർത്തവീര്യാർജുനന് 1000 കൈകളുണ്ട്. ഓരോന്നോരോന്നായിട്ട് വെട്ടി 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 മുറിച്ചു. അവസാനം കഴുത്തും വെട്ടി. എന്നിട്ട് പശുവിനെ കൊണ്ടിങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് അച്ഛനോട് വിവരം പറഞ്ഞു. കേട്ടപ്പോൾ ജമദഗ്നി പറഞ്ഞു, അദ്ദേഹം പരമസാത്വികനാണ്. ജമദഗ്നി പറഞ്ഞു, രാമ, ചെയ്തതൊട്ടും ശരിയായില്ല. നമ്മളൊക്കെ ബ്രാഹ്മണരാന്നല്ലേ പറയണത്. ക്ഷമയാ അരിഹണതാം ഗതാഹ. ബ്രാഹ്മണർക്ക് പൂജ്യത എന്ന് വെച്ചാൽ ക്ഷമയാണ്. ചെയ്തത് പാപമായി. അതുകൊണ്ട് ഈ പാപം കഴുകി കളയണം. തീർത്ഥയാത്രയ്ക്ക് പോകണം എന്നായി. ശരിയെന്നും പറഞ്ഞു. രാമൻ തീർത്ഥയാത്രയ്ക്ക് പോയി. 1 കൊല്ലം ഉണ്ടായി രാമന്റെ തീർത്ഥയാത്ര. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി. കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർ ഇങ്ങനെ രാമനോട് പക വീട്ടാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. രാമനില്ലാത്ത തഞ്ചം നോക്കി ആശ്രമത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. ജമദഗ്നിയുടെ തലകൾ വെട്ടി അവര്. എന്നിട്ട് തലയും കൊണ്ടങ്ങ് പോയി. രാമൻ ഇവിടെ വന്നപ്പോൾ അമ്മ മാറത്തടിച്ചിങ്ങനെ കരയണു. രാമൻ അടുക്കുന്നുണ്ട് എണ്ണി. അമ്മ മാറത്തടിക്കുന്നത് 1, 2, 3, 4 എന്ന് 21 പ്രാവശ്യം അമ്മ മാറത്തടിച്ചു. അമ്മയുടെ കൈമ കയറി പിടിച്ചു രാമൻ. എത്ര തവണ അമ്മ മാറത്തടിച്ചു അത്രയും പ്രാവശ്യം ഈ ദുഷ്ടക്ഷത്രിയന്മാരെ ഞാൻ മുച്ചൂടും മുടിക്കും എന്നങ്ങൾ സത്യം ചെയ്തു. അത് ഘോരം പ്രതിജ്ഞാം മഹൻ. അതിഭയങ്കരമായ പ്രതിജ്ഞയായിരുന്നു. ആദ്യം കാർത്തവീര്യാർജുനന്റെ പുത്രന്മാരെയൊക്കെ വധിച്ചു. അത് കഴിഞ്ഞ് ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വധിച്ചു. അത് ഒരു തവണയല്ല 21 പ്രാവശ്യം ഉണ്ടായില്ലേ. അതൊക്കെ കഴിഞ്ഞ് ആയുധം അദ്ദേഹം താഴെ വച്ചു. ഇന്നും അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സും ചെയ്തുകൊണ്ട് അങ്ങനെ വർത്തിക്കണു. പിന്നെ ആ ഗാധിയുടെ പരമ്പര ഇങ്ങനെ വർണ്ണിച്ചു വന്നു. അതിൽ രജി എന്ന ഒരാള് അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെ കഥ പറഞ്ഞു. നഹുഷൻ എന്ന ഒരാള്. നഹുഷന് 6 പുത്രന്മാരുണ്ടായിരുന്നു. യതി, യയാതി, സംയാതി, ആയതി എന്ന് തുടങ്ങിയിട്ട്. അതിൽ യയാതിയുടെ കഥ അടുത്ത അധ്യായത്തിൽ വിസ്തരിക്കുന്നു. യയാതി 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തിരുന്നു. ദേവയാനി, ശർമ്മിഷ്ഠ എന്ന് അവർക്ക് പേര്. ദേവയാനിക്ക് 2 പുത്രന്മാർ ജനിച്ചു. ശർമ്മിഷ്ഠയ്ക്ക് 3 പുത്രന്മാരും ജനിച്ചു. അനവധി കാലം അദ്ദേഹം 2 പത്നിമാരോടുകൂടി ഇങ്ങനെ വിഷയസുഖം അനുഭവിച്ച് അങ്ങനെ കഴിഞ്ഞു. അദ്ദേഹത്തിന് വാർദ്ധക്യകാലം വന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഈ വിഷയസുഖം അനുഭവിച്ച് മതിയായില്ല. അങ്ങനെ ഇരിക്കുകയാണ്
അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നിയത് എന്തിനാ ഇങ്ങനെ വിഷയസുഖം അനുഭവിക്കണേ എന്ന്. അനുഭവിച്ചാൽ വിരക്തി വരുമോ എന്ന് അദ്ദേഹം ആലോചിച്ചു. വിരക്തി വരില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹം പത്നിയോട് പറഞ്ഞു, ഞാൻ ഇനി സന്യസിച്ച് ഈശ്വരനെ ഭജിക്കാൻ പോവുകയാണ് എന്ന്. ആ പോണ പോക്കിൽ അദ്ദേഹം ഒരു സന്ദേശം എഴുതി വച്ചു. അത് ലോകത്തിലെല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ന ജാതുകാമഃകാമാനാൻ ഉപഭോഗേന ശമ്യതി. വിഷയസുഖങ്ങൾ അനുഭവിച്ചാൽ മതിയാവില്ല. എത്രത്തോളം അനുഭവിക്കണോ അത്രയും അതിലേക്ക് ഇങ്ങനെ തൃഷ്ണ കൂടി വരും. തീ കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെയ്യൊഴിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. നെയ്യൊഴിക്കും തോറും തീ ഇങ്ങനെ ആളിയാളി കത്തുകയാണ് ചെയ്യുക. ഇതുപോലെയാണ് വിഷയസുഖത്തിന്റെ കാര്യവും. അപ്പോ വിരക്തി വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? വിഷയങ്ങളെക്കുറിച്ച് പറയാതിരിക്കണം. ആവക വിഷയങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടിരിക്കരുത്. അത്തരം വിഷയങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് ചെല്ലരുത്. ഇവിടം കൊണ്ടും അവസാനിച്ചില്ല അദ്ദേഹത്തിന്റെ സന്ദേശം. മാത്രാ സ്വസ്ത്രാ ദുഹിത്രാവാ നാവിവിക്താസനോ ഭവേൽ. അമ്മയും മകനും കൂടി ഏകാന്ത സ്ഥലത്തിരിക്കരുത്. സഹോദരീ സഹോദരന്മാർ ഏകാന്ത സ്ഥലത്തിരിക്കരുത്. ഗുരുവും ശിഷ്യയും തമ്മിലും ഒരുമിച്ച് ഏകാന്ത സ്ഥലത്തിരിക്കരുത്. കാരണം എപ്പോഴാണ് മനസ്സ് മാറിപ്പോവുക എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും മനസ്സിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഞാൻ പോണു എന്നും പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ സന്യസിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഈശ്വരനെ ഭജിച്ച് അദ്ദേഹം പരമഗതി അടഞ്ഞു. അദ്ദേഹത്തിന്റെ 5ാമത്തെ പുത്രനാണ് പൂരു. പൂരുവാണ് പിന്നെ രാജ്യകാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. പൂരുവിന്റെ വംശത്തിൽ ദുഷ്യന്തൻ എന്ന ഒരാള്, ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്തു. അവർക്ക് ഉണ്ടായ പുത്രനാണ് ഭരതൻ. അദ്ദേഹം വളരെ യോഗ്യനായ ഒരാളായിരുന്നു. സർവകാമാൻ ദുദുഹതു. ഈ ഭരതൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പ്രജകൾക്ക് പരമസുഖമായിരുന്നു. ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭൂമിക്കാണെങ്കിലും സുഖമായിരുന്നു അത്രേ. അപ്പോൾ ഭൂമി വേണ്ടുവോളം ധനധാന്യങ്ങളൊക്കെ ഇങ്ങനെ ചുരത്തിക്കൊണ്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായിരുന്നു. വിദർഭരാജ്യത്തിൽ നിന്നാണ് 3 പേരും വന്നത്. അപ്പം 3 പേരും വൈദർഭികളായിരുന്നു. പുത്രന്മാരും ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഈ പുത്രന്മാരെയും പത്നിമാരെയും ഒക്കെ മുമ്പിലെത്തിക്കൊണ്ടൊരു നേരമ്പോക്ക് പറഞ്ഞു. ഒരു നേരമ്പോക്കാണ് അദ്ദേഹം പറഞ്ഞത്. 4 രൂപ ഇത് ഈരിതേ. ഈ കുട്ടികൾക്കൊന്നും എൻ്റെ ചായയില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നേരമ്പോക്കായിട്ടാണ്. പത്നിമാർ അത് നേരമ്പോക്കായിട്ടല്ല അടുത്തേ. അപ്പോൾ ഇവരുടെ ചാരിത്രത്തിനെ പറ്റി ഇദ്ദേഹത്തിന് ആശങ്കയുണ്ടോ എന്ന് വരെ അവർ സംശയിച്ചു. മേലിലെങ്കിലും ഇങ്ങനെ പറയാണ്ടിരിക്കണമല്ലോ, അതിനുവേണ്ടി അവരെന്ത് ചെയ്തു എന്നോ, ആ കുട്ടികളെ മുഴുവനും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി പിടിച്ചു കൊന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായത്. അതോടുകൂടി മൃഷേതി ഉപരരാമഹ, ഇതെല്ലാം മിഥ്യയാണ് എന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് ബോധ്യമായി. എന്നിട്ട് അദ്ദേഹം ഈശ്വരനെ ഭരിക്കാൻ പോയി എന്നാണ് കഥ. നോക്കണേ, ഈ ജീവിതത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവുക. അത് അദ്ദേഹത്തിന് പരമവിരക്തി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈശ്വരനെ ഭരിക്കാൻ പോയത്. അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവമാണെങ്കിൽ എങ്ങനെയായിരുന്നോ, ആ പത്നിമാർ കൊന്നോ, എന്നാൽ ഇവരെ എല്ലാവരെയും തുറുങ്കിലടക്കിയ അദ്ദേഹം അതിനൊന്നും പുറപ്പെടുണ്ടായില്ല. ഇതൊക്കെ ഈശ്വരന്റെ സങ്കല്പമാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം. ജീവിതത്തിൽ ഇങ്ങനെ ഇഷ്ടങ്ങൾ വരും, അനിഷ്ടങ്ങൾ വരും, പ്രിയങ്ങൾ വരും, അപ്രിയങ്ങൾ വരും, സൗഭാഗ്യം വരും, ദൗർഭാഗ്യം വരും. ഏത് വന്നാലും ഉൾക്കണ്ണ് തുറന്ന് ഓരോന്നിനെ പറ്റിയും ആലോചിക്കണം. ഉൾക്കണ്ണ് തുറന്ന് ആലോചിച്ചാൽ അപ്പോൾ ഈശ്വരനോട് തന്നെത്താൻ ആള് അടുത്തോളും. ഇതാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കണോ, ഈ അപ്രതീക്ഷിതമായിട്ട് ഏത് സംഭവിച്ചാലും നമ്മുടെ മനസ്സ് കുലുങ്ങാതെ കണ്ടിരിക്കുക. ഇതൊക്കെ ഈശ്വരൻ തരുന്ന ഓരോ പ്രസാദമാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ സംഭവവും നമ്മെ ഈശ്വരനോട് കൂടുതൽ 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 അടുപ്പിക്കണം. അങ്ങനെ ഈശ്വരനുമായിട്ട് സാൽമ്യം പ്രാപിക്കണം. അതിനുള്ളതാണ് ഈ മനുഷ്യജന്മം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം സന്യസിച്ച് ഈശ്വരനെ ഭജിക്കാനായിട്ട് പോയി. പിന്നെ ആ വംശം അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ ഇനി സംകൃതി എന്ന ഒരാള്, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു രന്തിദേവൻ. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. അങ്ങനെ കൊടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഉണ്ടായി. അദ്ദേഹം പട്ടിണി കിടന്നു, കുടുംബത്തോടു കൂടി തന്നെ. പ്രജകളിൽ ആരോ മനസ്സിലാക്കി ഇപ്പോൾ രാജാവ് പട്ടിണിയിലാണ് എന്ന്. എന്നിട്ട് ആരോ
ഒരു പാത്രത്തിൽ കുറച്ച് ആഹാരം കൊണ്ടു കൊടുത്തു. അദ്ദേഹം പത്നിയോടൊരുമിച്ച് പുത്രന്മാരോടൊരുമിച്ച് അത് കഴിക്കാനായിട്ട് ഭാവിച്ചപ്പോഴേക്കും ഒരതിഥി കയറി വന്നു. അതിഥിക്ക് വേണ്ടുവോളം അദ്ദേഹം വിളമ്പിക്കൊടുത്തു. പിന്നെ പാത്രത്തിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാൻ ഭാവിച്ചപ്പോഴേക്കും വേറൊരാള് വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അവശേഷിച്ചത് ആ ആൾക്കും കൊടുത്തു. പിന്നെ പാത്രം ഒന്ന് കഴുകി വെള്ളം കുടിക്കാൻ ഭാവിച്ചപ്പോഴേക്കും വേറൊരാള് അയ്യോ ദാഹിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. വെള്ളം ആ ആളുടെ മുമ്പിലും അദ്ദേഹം വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ഭഗവാന്റെ മുമ്പിൽ, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം എനിക്ക് മാത്രമായിട്ട് തരണേ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സാധാരണ ആളുകൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതിന്റെ നേരെ വിപരീതം. എനിക്ക് സുഖാവണേന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കാറ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് നേരെ മറിച്ചാ, സമസ്ത ജീവജാലങ്ങളുടെയും ദുഃഖം എനിക്ക് തരിക, അങ്ങനെയെങ്കിലും മറ്റുള്ളവരെല്ലാം ദുഃഖത്തിൽ നിന്ന് മോചനം നേടട്ടെ. അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥന കേൾക്കേണ്ട ആള് കേട്ടു. അദ്ദേഹത്തിന്റെ ഔദാര്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികളാണ് ഇവിടെ വന്നത്. ആ പരീക്ഷയിൽ 100% അദ്ദേഹം വിജയിച്ചു. 3 പേരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ മാറി മാറി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരും ചെയ്തവരും പണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് കൃതജ്ഞതയോടുകൂടി ഒന്ന് സ്മരിക്കുക. ഇപ്പോൾ അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ആ വംശപരമ്പര ഇങ്ങനെ വർണ്ണിച്ചു വന്നു. അതിൽ ശന്തനു മഹാരാജാവിന്റെ കഥ പറഞ്ഞു. യം കരാഭ്യം സ്പൃശരി, അതാണ് ശന്തനുവിന്റെ മാഹാത്മ്യം. അദ്ദേഹം ഒരാളെ തൊട്ടാൽ മതി, എന്നാൽ ആ ആള് എന്നും നിത്യയുവാവായിട്ടിരിക്കും. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഭീഷ്മര്. അടുത്ത തലമുറയിൽപ്പെട്ടവരാണ് പാണ്ഡവന്മാരും കൗരവന്മാരും. പാണ്ഡവന്മാരിൽ മധ്യമൻ അർജുനൻ, അർജുനന്റെ പുത്രൻ അഭിമന്യു, അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷിത്ത്. ആ പരീക്ഷിത്താണ് ഇപ്പോൾ ഗംഗാനദീ തീരത്ത് പ്രായോപവേശം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീശുകന്റെ മുഖത്തുനിന്ന് ഈ വക കഥകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷത്തിനിപ്പോൾ ജനമേജയൻ എന്ന പുത്രൻ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ ജനമേജയന് ശതാനീകൻ, സഹസ്രാനീകൻ മുതലായ പുത്രന്മാർ ജനിക്കും എന്നൊക്കെ പറഞ്ഞ് പൂർവവംശ പരമ്പര വർണ്ണിച്ച് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് യയാതിയുടെ മറ്റു പുത്രന്മാരുടെ കഥകൾ, അനു, ദ്രുഹ്യു, തുർവസു, ഇവർക്കൊന്നും പ്രത്യേകിച്ച് കഥകളൊന്നും പറയാനില്ല. ഇന്നാളുടെ മകൻ, ഇന്നാള്, ഇങ്ങനെ പുത്രപൗത്ര പരമ്പരയുടെ പേരുകൾ മാത്രം പറഞ്ഞു വന്നു. അവസാനമാണ് യദുവിന്റെ കഥ പറയാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ ആമുഖമായി പറഞ്ഞു, യദുർവംശം നരശ്രുത്വാ സർവപാപൈഹി പ്രമുച്യതേ. യദുവിന്റെ വംശം വർണ്ണിച്ചാൽ പാപങ്ങളെല്ലാം അവസാനിക്കും. ആ വംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചത്. പിന്നെ യദുവിന്റെ പരമ്പരയിലെ ശാഖോപശാഖകൾ, മധുക്കള്, ദാശാരിഹന്മാര്, സാത്വതന്മാര്, വൃഷ്ണികള്, ഭോജന്മാര്, അന്ധകന്മാര്, ഇവരൊക്കെ ഈ യദുവംശത്തിന്റെ ശാഖോപശാഖകളിൽപ്പെട്ടവരാണ്. അങ്ങനെ ഉഗ്രസേനൻ, ശൂരസേനൻ, ദേവകൻ, ഇവരുടെയൊക്കെ കഥ പറഞ്ഞു. ഉഗ്രസേനന്റെ മകനാണ് കംസൻ, ശൂരസേനന്റെ മകനാണ് വസുദേവൻ, ദേവകന്റെ മകളാണ് ദേവകി. ദേവകന്റെ മകളായ ദേവകിയും ശൂരസേനന്റെ മകനായ വസുദേവനും തമ്മിൽ വിവാഹം നടന്നു മഥുരാപുരിയിൽ വെച്ച്. അവരുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അവതാരം മഥുരാപുരിയിൽ കാരാഗൃഹത്തിൽ അർദ്ധരാത്രി സമയത്തായിരുന്നു. ഭഗവാൻ ബാല്യകാലം കഴിച്ചുകൂട്ടിയത് അമ്പാടിയിൽ. പിന്നെ വീണ്ടും മഥുരയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ക്രമേണ ദ്വാരകയിലേക്ക് താമസം മാറ്റി. രുക്മിണി മുതലായ ഒട്ടേറെ പെങ്കിടങ്ങളെ ഭഗവാൻ വിവാഹം ചെയ്തു. അനേകം പുത്രന്മാരും ജനിച്ചു. കുരുക്ഷേത്രത്തിൽ വെച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. ആ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് അർജുനന് ഗീത ഉപദേശിച്ചു. അവസാനം തന്റെ തന്നെ പുത്രപൗത്ര പരമ്പരയെക്കൊണ്ട് ഭൂമിക്ക് വലിയ ഭാരമാവും എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ അവരെയും സംഹരിച്ചു. പോകുന്നതിന് മുമ്പായിട്ട് ഉദ്ധവന് വളരെ വിശേഷപ്പെട്ട ഉപദേശവും കൊടുത്തു. തന്റെ മനുഷ്യനാട്യം ഉപേക്ഷിച്ച് ഈ ലോകം വിട്ട് സ്വന്തം ധാമത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപാമൃതം കണ്ടിട്ട് ഇന്നേ വരെ ആർക്കും മതി എന്ന് തോന്നിയിട്ടില്ല. ആ ഭഗവാന്റെ കഥ കേട്ടിട്ടും ഇതുവരെ ആർക്കും മതി എന്ന് തോന്നിയിട്ടില്ല. രണ്ടും അത്ര വിശേഷപ്പെട്ടതായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ 9ാമത്തെ സ്കന്ധം അവസാനിപ്പിച്ചു. കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത്ത് പ്രതീക്ഷിച്ചു, ഈ രാജവംശ കഥയൊക്കെ പറയുക കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കഥ വിസ്തരിച്ച് പറയും എന്ന്. ശ്രീകൃഷ്ണ കഥയായപ്പോഴേക്കും ആകെ 1.5 ശ്ലോകം കൊണ്ട് ഒതുക്കി പറഞ്ഞു. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ കഥ വിസ്തരിക്കാഞ്ഞത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പരീക്ഷിത്ത് വിനയത്തോടുകൂടി കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു, ശ്രീകൃഷ്ണ കഥ വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന്. ഇവിടെ മുതൽക്കാണ് 10ാമത്തെ സ്കന്ധം
ആരംഭിക്കുന്നത് ഇതിന്റെ 3-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ അവതാരം വർണ്ണിക്കാൻ പോണത്. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.